ഇറാന്റെ വ്യോമ പ്രതിരോധ സാഹചര്യം ശക്തി പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. വി ഹാവ് കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി എന്ന അമേരിക്കൻ ക്ലെയിം ശരിയല്ല. 31 രാജ്യങ്ങളെ നേരിടുന്നത് പോലെയാണ്, 31 സൈന്യങ്ങളെ നേരിടുന്നത് പോലെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പ്രദേശങ്ങളെ നേരിട്ടത്. ബെഞ്ചമിൻ നെതന്യാഹു ശരിക്കു പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുഴിയിൽ ചാടിക്കുകയായിരുന്നു എന്നാണ് പൊതുവെ ഇപ്പോൾ അമേരിക്കക്കാർ വിശ്വസിക്കുന്നത്. നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ചാടിപ്പുറപ്പെട്ട ട്രംപ് തിരുമണ്ടനായി മാറി. അമേരിക്ക എപ്പോഴെല്ലാം കരാർ ഒപ്പിട്ട് പിന്മാറുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഇസ്രയേൽ ഇടങ്കോലിടും. ഇതാണ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. താൻ എന്നെ കുഴിയിൽ ചാടിച്ചേ അടങ്ങുമല്ല, ഇപ്പോൾ തന്നെ കുഴിയിലാണല്ലോ. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുടെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. ജോർദാനിലെ US താവളമായ അൽ അസ്രഖിന് നേരെയും IRGC മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. F-35 ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്ക കൂടുതൽ ആക്രമണം നടത്തിയാൽ അതിക്രൂരവും നിർണായകവുമായ പ്രതികരണം നടത്താൻ തയ്യാറാണ് എന്നാണ് IRGC അറിയിച്ചിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ അസ്രഖിന് നേർക്കുള്ള ആക്രമണത്തിൽ ദീർഘദൂര മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്നുകൂടി IRGC പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കാനുള്ളത്, ഇന്നത്തെ അടിയും തിരിച്ചടിയും മാറ്റിവെച്ചാലും ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇറാൻ 30 മിസൈലുകളാണ് ഇസ്രായേലിൽ നേർക്ക് തൊടുത്തത് എന്ന് ഇസ്രായേലി സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇറാനിലെ മിസൈലുകൾ എല്ലാം നശിപ്പിച്ചുവെന്ന് പറഞ്ഞ ട്രംപിന്റെ കൺമുന്നിലൂടെ തന്നെയാണ് ഈ മിസൈലുകൾ ഇറാൻ പായിക്കുന്നത് എങ്കിൽ ഇറാൻ ഇപ്പോഴും ശക്തരാണോ? ന്യായമായ ചോദ്യം. കഴിഞ്ഞ വർഷം 12 ദിവസം നീണ്ടുനിന്ന താണ്ഡവത്തിൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് കംപ്ലീറ്റ്ലി ഡെസിമേറ്റഡ് ആയി എന്നതായിരുന്നല്ലോ അമേരിക്കയുടെ ക്ലെയിം. ഇസ്രയേലും തത്തുല്യമായ ഒരു ക്ലെയിമാണ് പുറത്തു കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ സിറ്റീസ് എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് മിസൈൽ ശേഖരശാലകൾ, സംഭരണശാലകൾ എല്ലാം തന്നെ B-2 ബോംബേഴ്സിൻ്റെ ആക്രമണത്തിൽ തകർന്നു. ആണവ നിലയങ്ങളിലും ബങ്കർ ബസ്റ്റർ ബോംബുകൾ B-2 വിമാനം ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിൽ തുരന്നു കയറി അടിയിൽ ചെന്ന് പൊട്ടിത്തെറിച്ച് സർവവും ഭസ്മമാക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങൾ ലക്ഷ്യം നേടിയെടുത്തു എന്ന് വമ്പ് പറഞ്ഞ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇതാ ഇറാൻ 2 രീതിയിൽ കേപ്പബിലിറ്റി തുടരുകയാണ്. ഒന്ന്, അമേരിക്കയുടെ ഡ്രോണുകളും വിമാനങ്ങളും വെടിവെച്ചിടാൻ ഇറാൻ ഇപ്പോഴും കഴിയുന്നു. 38ഓളം വിമാനങ്ങളാണ് അമേരിക്കയുടെ ചെറുതും വലുതുമായ ഈ ആക്രമണ സമയത്ത് നഷ്ടപ്പെട്ടത്. അത് ചിലരൊക്കെ സ്വാഭാവിക അപകടങ്ങളാണ് എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുമ്പോഴും അതിനകത്തൊരു ഇറാനിയൻ ടച്ച് കാണാവുന്നതാണ്, അല്ലെങ്കിൽ ആരോപിക്കാം. അതുകൊണ്ട് അത്യന്താധുനികമായ ഡ്രോണുകളിൽ ചിലരൊക്കെ ഈ സമീപകാലത്ത് ഇറാൻ വെടിവെച്ചിട്ടതായി നമുക്ക് MQ-9 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ വെടിവെച്ചിട്ടു. അപ്പോൾ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സാഹചര്യം ശക്തി പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. വി ഹാവ് കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി എന്ന അമേരിക്കൻ ക്ലെയിം ശരിയല്ല. ഇനി മിസൈലുകളുടെ കാര്യം നോക്കൂ. 30ഓളം മിസൈലുകളാണ് ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും പാഞ്ഞെടുത്തത്. ഇപ്പം ഇല്ലാത്ത മിസൈലുകൾ എങ്ങനെ പറക്കും? ഈ മിസൈലുകൾ നാശം വിതച്ചോ എന്നത് രണ്ടാമത്തെ കാര്യം. അത് ഏറിയൽ ഡിഫൻസ് സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമാണ് ഇസ്രയേലിൽ. അതുകൊണ്ട് അയൺ ഡോമിൽ തട്ടി പല മിസൈലുകളും താഴെ വീണു. ചിലതൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതും ഒരു പക്ഷേ ഉണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ കൃത്യമായി നമുക്ക് വെളിയിൽ കിട്ടില്ല. അത് ഹൈലി സെൻസേർഡ് ആയിരിക്കും. അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ സംഭവിച്ച നാവിക താവളങ്ങളിൽ, അമേരിക്കൻ മറ്റ് സൈനിക താവളങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ വിതച്ച നാശം ഒരു കാരണവശാലും ഒരിക്കൽ പോലും ഒരുപക്ഷെ ലോകം അറിയില്ല. കാരണം അത്രയ്ക്ക് സെൻസേർഡാണ് വാർത്തകൾ. അതുകൊണ്ട് ഒരു വശം മാത്രം പലപ്പോഴും നമ്മൾ കേൾക്കുന്നു. ഇറാൻ ഉള്ളിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചും കാര്യമായ വിവരങ്ങൾ നമുക്കില്ല. കാരണം ഒരു മാധ്യമപ്രവർത്തകനും അല്ലെങ്കിൽ ആരും തന്നെ ഇറാൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് നാശനഷ്ടങ്ങൾ അസസ് ചെയ്യാവുന്ന ഒരു നിലയല്ല. അതുകൊണ്ട് ഇത് എല്ലാം 2 ഭാഗത്തു നിന്ന് വരുന്ന ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ് സ്വല്പം നിറം പിടിപ്പിച്ചതാണ്, അതിശയോക്തി നിറഞ്ഞതാണ്. അവിടെയാണ് ഇറാനെ അമേരിക്ക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ. ഒന്ന്, ഇറാൻ്റെ സൈനിക ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ, ഫൈറ്റിംഗ് പൊട്ടൻഷ്യലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ, ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു രീതിശാസ്ത്രത്തെ കംപ്ലീറ്റ്ലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ? ഇതാണ് ചോദ്യം. ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറാൻ്റെ നേരെ ആദ്യ ദിവസം 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി നടന്ന ആക്രമണത്തിൽ ഒറ്റയടിക്ക്
48ഓളം ഉന്നതരായ സൈനിക രാഷ്ട്രീയ മേഖലയിലെ വൻപന്മാർ ആയത്തുള്ള അലി ഖമനി ഉൾപ്പെടെ വധിക്കപ്പെട്ടു. അതോടെ തീർന്നു, ഇറാൻ തീർന്നു എന്ന് അടിക്കുറിപ്പ് എഴുതിയെടുത്താണ് പതനം തുടങ്ങുന്നത്. അത് ഇറാൻ മുൻകൂട്ടി കണ്ടിരുന്നു, എന്നെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു വലിയ തിരിച്ചടി ആദ്യ നിമിഷങ്ങളിൽ തന്നെ സംഭവിച്ചാലും തങ്ങൾക്ക് പോരാടാൻ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ദേ ഫോമുലേറ്റഡ് മൊസൈക്ക് ഡിഫൻസ് സിസ്റ്റം. ഒരു മൊസൈക്കിൻ്റെ പ്രതലത്തിൽ പല 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 പുള്ളിക്കുത്തുകൾ ഉള്ളതുപോലെ ഇറാൻ്റെ ഭൂമിയിൽ 31 പ്രവിശ്യകളുണ്ട്, മേഖലകളുണ്ട്. ഈ എല്ലാ പ്രവിശ്യകൾക്കും ഇൻഡിപെൻഡൻറ്റ് കമാൻഡേഴ്സ്, കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം വളരെ സ്വതന്ത്രമായി ഇറാൻ ആവിഷ്കരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു ഫൈറ്റിംഗ് യൂണിറ്റിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാലും മറ്റ് യൂണിറ്റുകളുണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ. അപ്പോൾ 31 ഇടത്തും ഒരേപോലെ, അതായത് 31 രാജ്യങ്ങളെ നേരിടുന്നത് പോലെയാണ്, 31 സൈന്യങ്ങളെ നേരിടുന്നത് പോലെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ പ്രദേശങ്ങളെ നേരിട്ടത്. ഈ 31 ഇടത്തും ഇൻഡിപെൻഡൻ്റായി തന്നെ അവർക്കൊരു സെൻട്രലൈസ്ഡ് കമാൻഡ് സംവിധാനം ഉണ്ടാവും. പക്ഷേ ഓരോ സേനാനായകനും ഓരോ പ്രവിശ്യയിലെ മെയിൻ വ്യക്തിക്കും അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ഹൈലി ഡീസെൻട്രലൈസ്ഡ് വാർ മെഷീനറി ആണ് ഇറാൻ്റെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. ഇതൊരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചില്ല, ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല ആ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുണ്ടാകുമെന്ന്. പ്രത്യാക്രമണം വലിയ രീതിയിലൊന്നുമില്ല, അതൊന്നും കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ അമേരിക്കയ്ക്ക് അബ്സോർബ് ചെയ്യാവുന്ന നാശനഷ്ടങ്ങളാണ്. വൻപൻ ചെലവുണ്ടായി. $1 ട്രില്യൺ ഒരു 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 വർത്ത് ഓഫ് എക്സ്പെൻസ് ഓൾറെഡി ആയി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഡിഫൻസ് ബഡ്ജറ്റിൽ $1.5 ട്രില്യൺ ആണ് സൈനിക സഹായമായി ചോദിച്ചിരിക്കുന്നത്. അത്രയുമൊന്നും നൽകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയ്ക്ക് കഴിയുമായിരിക്കും, പക്ഷേ അമേരിക്ക അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്കുള്ളിൽ വിരുദ്ധമായ അഭിപ്രായമാണ്. അതാണ് 2 ദിവസം മുൻപ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അധോമണ്ഡലമായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ ട്രംപിന് എതിരായ പ്രമേയം പാസ്സായി വരുന്നത്. യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ സ്പെഷ്യൽ വാർ പവേഴ്സ് ആക്ട്, ആ ആക്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം 100-ാം ദിവസമാണ് അല്ലേ? 100 ദിവസം, ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം ഈ കഴിഞ്ഞ ദിവസം 100-ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. ആ 100 ദിവസം പിന്നിട്ട് യുദ്ധം മുന്നോട്ട് പോകാനൊന്നും അമേരിക്കൻ നിയമവ്യവസ്ഥ പ്രസിഡന്റിന് അനുവാദം കൊടുക്കുന്നില്ല. പാർലമെൻറ്റ് അനുവാദം ഇനിയും വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമായ തിരുത്തലുണ്ടാകാം. പക്ഷെ അവിടെ ഇറാനെ പ്രസിഡന്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, പ്രസിഡന്റിൻ്റെ ഉപദേശകർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇസ്രയേലിൻ്റെ ഉദ്ദേശശുദ്ധി കൃത്യമായി മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുകൂടി ചേർത്ത് പറയണം. ബെഞ്ചമിൻ നെതന്യാഹു ശരിക്കു പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കുഴിയിൽ ചാടിക്കുകയായിരുന്നു എന്നാണ് പൊതുവേ ഇപ്പോൾ അമേരിക്കക്കാർ വിശ്വസിക്കുന്നത്. നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ചാടിപ്പുറപ്പെട്ട ട്രംപ് തിരുമണ്ടനായി മാറി. ഇപ്പോൾ കയ്യും കാലും വിട്ടടിക്കുന്ന അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും, ഇസ്രായേലി പ്രധാനമന്ത്രി വീണ്ടും ഈ ചെളിക്കുഴിയിലേക്ക് അമേരിക്കയെ പിടിച്ചു താഴ്ത്തുന്നു എന്ന നിഗമനത്തിലുമാണ് അമേരിക്കയിലെ പലരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഇറാൻ ശക്തമായി ഇപ്പോഴും ഒരു യൂണിറ്റായി നിലനിൽക്കുന്നു. ദൗർബല്യങ്ങളുണ്ട്, സാമ്പത്തിക സ്ഥിതി തമ്പേ താറുമാറായിരിക്കുന്നു, ഉപരോധം വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഹോർമൂസ് എന്നത് ഇറാൻ്റെ തുറുപ്പ് ചീട്ടാണ്. ഇതെടുത്ത് കളിക്കും, ഇതെടുത്ത് വീശും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി, മൂള ഇല്ലാതെ പോയി അമേരിക്കയും ഇസ്രായേൽ. ഇത് സംഭവിക്കും. അളമുട്ടിക്കഴിഞ്ഞാൽ ഇറാന് തന്ത്രപരമായ അഡ്വാൻറ്റേജ് ആണ് ഹോർമൂസ് ഡിഫാക്റ്റോ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഒമാൻ തീരത്ത് വെച്ച് ഒരു ഇന്ത്യൻ, അതായത് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ മഡഗാസ്കറിൻ്റെ കപ്പലാണ്, മഡഗാസ്കറിൻ്റെ പതാക വഹിക്കുന്ന ഒരു ഇന്ത്യൻ നാവികർ ഉള്ള 28 ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പൽ ആക്രമിച്ചു. ആക്രമിച്ച് അത് മുങ്ങിപ്പോയില്ല, പക്ഷേ അവിടുത്തെ നാവികരെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യ പ്രതിഷേധിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷേ ഹോർമൂസിലൂടെ ഏതെങ്കിലും കപ്പലുകൾ അകത്തേക്കോ പുറത്തേക്കോ ഇറാൻ്റെ പെർമിഷൻ ഇല്ലാതെ സഞ്ചരിച്ചാൽ ഈ കപ്പലുകൾ ആക്രമിക്കപ്പെടും. അത് പേർഷ്യൻ ഗൾഫ് മേഖലയിലാകട്ടെ, ഗൾഫ് ഓഫ് ഒമാനിലാകട്ടെ, ഹോർമൂസിൽ വെച്ച് തന്നെ ആകട്ടെ, ഈ 3 പ്രദേശങ്ങളിൽ വെച്ചും ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അവസാനിക്കണമെങ്കിൽ സമാധാനം വന്നല്ലേ പറ്റൂ. സമാധാനത്തിന് കരാറുണ്ടായെങ്കിലല്ലേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ ചർച്ച പോലും ആണവ കരാറിനെ കുറിച്ചല്ലല്ലോ. ഹോർമൂസ് എങ്ങനെ തുറന്നു കിട്ടാം,
അതുമാത്രമല്ല, ഇറാനിപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാന വിഷയം എന്താ? ഹോർമൂസുമല്ല, ആണവ ചർച്ചയുമല്ല, മറിച്ച് ലെബനനിലെ യുദ്ധം ഇസ്രയേൽ നിർത്തണമെന്ന ഡിമാൻഡുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് സംസാരിക്കാൻ അമേരിക്ക നിർബന്ധിതമാകുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സ്ട്രെങ്ത് അമേരിക്കയ്ക്കില്ല. ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ അജണ്ട സെറ്റ് ചെയ്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന അജണ്ടയിൽ ഇറാനെ കൊണ്ടുവന്ന് എത്തിക്കുകയാണോ, ഇറാൻ ഉദ്ദേശിക്കുന്ന അജണ്ടയിൽ അമേരിക്കയെ കൊണ്ടുവന്ന് എത്തിക്കുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യം. കുറച്ചുനാളായി ലോകം കാണുന്ന കാഴ്ചകളിൽ ഒന്ന് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള പരസ്യ ഭിന്നതയാണ്. മാർച്ച് 16 ട്രംപ് പറഞ്ഞതെന്താണ്? ആയത്തുള്ള ഖമനയുടെ പിൻഗാമിയെ അമേരിക്ക തെരഞ്ഞെടുക്കും. ഇറാനിലെ പുതിയ നേതാവ് ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്കാണ്. ഇറാനുമായി ഇനി ചർച്ചയില്ല, നിരുപാധികം കീഴടങ്ങുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ല എന്നൊക്കെയാണ്. പക്ഷേ ജൂൺ 8 ട്രംപ് പറഞ്ഞതെന്താ? പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനുമായി ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക്, ആർക്ക്? നെതന്യാഹുവിന് വേറെ വഴിയില്ല. ടെഹ്റാനെതിരെയുള്ള US ഇസ്രായേൽ നീക്കങ്ങളിൽ ഞാനാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്, നെതന്യാഹു അല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപാണ് ഇപ്പോൾ ഇനി ഇറാനെ തുടരുത് എന്നുകൂടി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിലെന്താണ്? നമുക്ക് ഇന്നത്തെ ആക്രമണവും തിരിച്ചടിയും മാറ്റി നിർത്തിക്കൊണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ ട്രംപ് അതൊക്കെ പറയും, പറഞ്ഞത് തിരുത്തി പറയും, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും, വമ്പ് പറയും, വീമ്പ് പറയും, എല്ലാം പറയും. അങ്ങനെ പറയുന്ന പല കാര്യങ്ങളെ ചേർത്ത് വെച്ച് വായിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ട്രംപിന് ഇപ്പോഴും കഴിയുന്നില്ല. അപ്പം ട്രംപിൻ്റെ മാറി മാറി വന്ന പ്രഖ്യാപനങ്ങൾ, നേരത്തെ ഇപ്പോൾ പറഞ്ഞ 2-3 പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, 2-3 നിഗമനങ്ങൾ, അല്ലെങ്കിൽ ട്രംപിൻ്റെ കോട്ടബിൾ കൗട്ട്സ്, അത് വെച്ച് വിശകലനം ചെയ്യാൻ ആവില്ല. ഇറാൻ ഓൾവേസ് ടുക്ക് എ കൺസിസ്റ്റൻറ്റ് പൊസിഷൻ. ഇറാനെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം ഉണ്ടാകും. അത് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിലേക്കായിരിക്കും, ഗൾഫ് രാജ്യങ്ങളിലെ. നിങ്ങൾ പരിഭവിച്ചിട്ട് കാര്യമില്ല, നിങ്ങളാണ് അമേരിക്കയ്ക്ക് ഇടം കൊടുത്തത്, ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇറാൻ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിൽ എന്ത് ഇടപാടുകൾ ഉണ്ടെങ്കിലും അത് ഇറാൻ്റെ വിഷയമല്ലല്ലോ. ട്രംപും നെതന്യാഹുവും തമ്മിൽ ആദ്യം ചക്കരയും തേങ്ങാപ്പീരയും പോലെ ആയിരുന്നു, അല്ലെങ്കിൽ പാച്ചുവും ഗോപാലിനും പോലെ ആയിരുന്നു. അപ്പം ഇത് മാറും. നെതന്യാഹു is a junior partner. Trump is a senior partner. But whose war is it? Is it America's war or is it Israel's war? അപ്പം ഇത് അമേരിക്കയുടെ യുദ്ധമാണെങ്കിൽ ഓക്കെ, ട്രംപ് ഇസ് റൈറ്റ്, ട്രംപിന് മുന്നോട്ട് വരാം. അമേരിക്ക ഇറാൻ എന്ന വിപത്തിനെ, ഇറാനിൽ നിന്നുയരുന്ന ആണവ വിപത്തിനെ നേരിടാൻ വേണ്ടി ചില പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കുകൾ നടത്തി. ആണവായുധങ്ങൾ പൂർണ്ണമായി കൈവശമാക്കുന്നതിന് മുൻപ് തന്നെ ആണവ കപ്പാസിറ്റി തകർക്കാൻ ആക്രമണം നടത്തി. ഇത് പറഞ്ഞു നിൽക്കാം, ലോകത്തോട് പറഞ്ഞു നിൽക്കാം, ഇസ്രായേലെ രക്ഷിക്കാൻ, ഗൾഫ് രാജ്യങ്ങളെ രക്ഷിക്കാൻ തങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു. അതൊരു വൺ ടൈം അറ്റാക്ക് ആണ് എങ്കിൽ അതിന് ഒരുപാട് ആരാധകരെ കിട്ടിയേനെ. മറ്റൊരു രാജ്യത്ത് കടന്നു ചെന്ന് ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തുന്നത് ന്യായീകരിക്കാനാവില്ല എന്നതിന് നല്ല പിന്തുണ കിട്ടും, അതും പറയും. അപ്പോൾ ആളുകൾ 2 രീതിയിൽ ചിന്തിക്കും. ഒന്ന്, എന്തെല്ലാം ചെയ്താലും അങ്ങനെ അകത്ത് കയറി, ഒരു രാജ്യത്തിനകത്ത് കയറി ആക്രമണം നടത്താൻ മറ്റൊരു രാജ്യത്തിന് അവകാശമുണ്ടോ? ഇല്ല. പക്ഷെ ചില സമയത്ത് അത് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ ന്യായീകരിക്കാമായിരുന്നു. ഇപ്പോഴതല്ല അവസ്ഥ. ഇസ്രയേൽ അമേരിക്കയോട് പറയുന്നു. മുൻ പ്രസിഡന്റുമാരുടെ കാലത്തും നെതന്യാഹു ഇത് പറഞ്ഞു. ആ പ്രസിഡൻ്റൊക്കെ പറഞ്ഞു, ജോ ബൈഡനും ബറാക്ക് ഒബാമയും ഒക്കെ പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹുവിനോട്. ഇത് നിങ്ങളുടെ യുദ്ധമാണ്, ഞങ്ങളെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ താല്പര്യങ്ങൾ അവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് സഹായത്തിന് നന്ദി, പക്ഷെ നിങ്ങളുടെ യുദ്ധം ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത്. ഇതായിരുന്നു മുൻ പ്രസിഡന്റുമാരുടെ തീരുമാനം. പക്ഷേ ട്രംപ് മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധരംഗത്തേക്ക് വലിച്ചിഴക്കാൻ കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഒറ്റ സ്ട്രൈക്ക് കൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞു. ഇറാൻ ഇനി അടുത്ത 10 വർഷത്തേക്ക് ആണവായുധം എന്ന കലാപരിപാടിയുമായി മുന്നോട്ട് പോവില്ല, ഞങ്ങൾ പിന്മാറുന്നു. ഇത് പറഞ്ഞ് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്താമായിരുന്നു. അങ്ങനല്ലല്ലോ സംഭവിച്ചത്. നിരന്തരം 100ാം ദിവസവും പിന്നിട്ട് യുദ്ധം നീങ്ങുന്നു. ഇത് ഇസ്രായേലിൻ്റെ പദ്ധതി തന്നെയാണ് എന്ന് ലോകം ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇസ്രായേൽ അമേരിക്ക എപ്പോഴെല്ലാം കരാർ ഒപ്പിട്ട് പിന്മാറുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഇസ്രായേൽ ഇടങ്കോലിടും. ഇതാണ് ട്രംപ്
രൂക്ഷമായ ഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, താൻ എന്നെ കുഴിയിൽ ചാടിച്ചേ അടങ്ങുമല്ല, ഇപ്പോൾ തന്നെ കുഴിയിലാണല്ലോ എന്നാണ് കണ്ണിറക്കിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യമായി പറയുന്നത്. കുഴിയിലായി കഴിഞ്ഞു. അമേരിക്ക കുഴിയിലായാൽ ഇസ്രായേലിന് എന്താ കുഴപ്പം? ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ നടക്കണമല്ലോ. അമേരിക്ക കുഴിയിലാകുന്നു. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ തള്ളിക്കളയാനാവില്ല. അവരുടെ ഇൻഡസ്ട്രി, അവരുടെ കോമേഴ്സ്, അവരുടെ പല കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ചരിത്രപരമായ ബന്ധം, അമേരിക്കൻ ഇസ്രായേലി ലോബി ഇൻ അമേരിക്ക, ജൂയിഷ് ലോബി ഇൻ അമേരിക്ക, ഇതിൻ്റെ എല്ലാം പ്രവർത്തനം നമ്മൾ വില കുറച്ച് കാണാനാവില്ല. അതുകൊണ്ട് നിവൃത്തിക്കേടിൻ്റെ പേരിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ചില തുറന്നു പറച്ചിലുകൾ അമേരിക്കയിൽ നടത്തുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. നിങ്ങൾ വേണമെങ്കിൽ തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. ഞങ്ങളായി ഞങ്ങളുടെ പാട്ടായി ഞാൻ കട്ടയും പടവും മടക്കി അങ്ങ് പോകും, പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാവും എന്ന ഭീഷണി വരെ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു എന്നാണ് പറയുന്ന ട്രംപ് ആയതുകൊണ്ട് നാളെ അതും തിരുത്തി പറഞ്ഞു കൂടായികയില്ല. അതുകൊണ്ടാണ് കൃത്യമായി നമുക്കത് വിലയിരുത്താൻ പറ്റാതെ പോകുന്നത്. കുടിച്ച വെള്ളത്തിൽ ഇനി ഇറാൻ അമേരിക്കയെ വിശ്വസിക്കില്ല എന്നത് നിശ്ചയമാണ്. അതുകൊണ്ട് വിശ്വാസ്യത തകർന്നു കഴിഞ്ഞു, അമേരിക്കൻ വിശ്വാസ്യത. കാരണം നെഗോഷിയേഷൻ നടക്കുന്ന ഇതിനിടയിലാണ് പലപ്പോഴും ആക്രമണം നടന്നത്. അതുകൊണ്ട് ഇറാൻ എത്രത്തോളം വിശ്വസിക്കുമെന്നറിയില്ല. ഇനി പ്രവൃത്തിയിലൂടെയാണ് കാട്ടേണ്ടത്. രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒരു പ്രവൃത്തി, ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അമേരിക്ക ഇടപെട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. $12 ബില്യൺ ഒരു കണ്ടിൻജൻറ്റും മറ്റൊരു $12 ബില്യൺ മറ്റൊരു കണ്ടിൻജൻറ്റും. ഇത് റിലീസ് ചെയ്യാൻ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും റിലീസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അമേരിക്ക പറഞ്ഞാൽ ആ നിമിഷം ഒരു ടോക്കിംഗ് പോയിൻ്റായി, നെഗോഷിയേറ്റിംഗ് പോയിൻ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്താണ്? ഒരു നയ പൈസ ഇറാന് വിട്ടുകൊടുക്കില്ല. ഇറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്ത്, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്നത് പോലെ കരാർ ഒപ്പിട്ടില്ല എങ്കിൽ തങ്ങൾ ഒരു പൈസയും വിട്ടുകൊടുക്കില്ല. ഇത് പ്രശ്നപരിഹാരത്തിന് ചേരുന്ന നിലപാടല്ല. അത് മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞു വെച്ചു, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ തങ്ങൾ ഈ തുക അങ്ങ് ഉപയോഗിച്ചു കളയും എന്നുകൂടിയാ പറഞ്ഞു. ഇത് അവരുടെ പണമല്ല. ഈ ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്? അമേരിക്കൻ താവളങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളും മാറി ചിന്തിക്കുന്നു, തങ്ങൾ അമേരിക്കയ്ക്ക് ഇടം കൊടുത്തത് കൊണ്ടല്ലേ ഇറാൻ ആക്രമിച്ചത് എന്ന് ലേശം ഉറക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് അറബ് രാജ്യങ്ങൾ. ഇത് കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിച്ചു തുടങ്ങുമ്പോൾ അമേരിക്ക കൂടുതൽ വെള്ളം കുടിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ പാലം വലിക്കാനൊന്നും ഒരു ഗൾഫ് രാജ്യവും തയ്യാറാവില്ല. പക്ഷേ നാളുകളിൽ ഗൾഫ് മേഖലയുടെ ആറ്റിറ്റ്യൂഡ് ഇതാകണമെന്നില്ല. അവർക്ക് പ്രിയപ്പെട്ട സമ്പാദ്യമായ ഹൈഡ്രോ കാർബൺ, അതായത് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ വിപണനം സുഗമമാക്കി കൊണ്ടുവരാൻ അമേരിക്കയുടെ ഈ നിലപാടിനൊന്നും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ അവരുടേതായ മാർഗം തേടുകയോ ഇറാനുമായി സമരസപ്പെട്ട് ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, ഇറാനെ പ്രകോപിപ്പിക്കാതെ, എന്നാൽ പ്രസാദിപ്പിക്കുകയും ചെയ്യാതെ ഒരു നിരപ്പിൽ പോവുകയും ഇറാൻ ഒരു രീതിയിലും ഹോർമൂസിൽ പിടിമുറുക്കാതെ ഇരിക്കുകയും ഒരു സമവായത്തിൽ അത് കൊണ്ടുപോവുകയും ചെയ്യാൻ. ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. അമേരിക്കയ്ക്ക് എന്ത് കാര്യം ഇവിടെ എന്ത് കാര്യം? ഗൾഫ് രാജ്യങ്ങളും ഇറാനും ചർച്ച ചെയ്താൽ ഇറാന് ഗൾഫ് രാജ്യങ്ങളോട് ശത്രുത തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനോട് ശത്രുത തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹോർമൂസ് ഒരു കോമൺ പോയിന്റ് അല്ലേ, എല്ലാവർക്കും വേണ്ടതല്ലേ? ഇറാൻ്റെ എണ്ണ കൊണ്ടുപോകുന്നതും ഹോർമൂസ് കടത്തിക്കൊണ്ടല്ലേ കാർഗ് ഐലൻഡിൽ നിന്നും. UAEയുടെയും മറ്റ് ഗൾഫ് കുവൈറ്റിൻ്റെയും ബഹ്റൈൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ എണ്ണ കൊണ്ടുപോകാനുള്ള പ്രധാന പോയിന്റ് അല്ലേ ഹോർമൂസ്? തുറന്നു കിടക്കട്ടെ. അമേരിക്ക അവിടെ ഉപരോധം ഏർപ്പെടുത്താതിരുന്നാൽ മതി. ഇറാൻ ഉപരോധം പിൻവലിക്കുകയും എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി എണ്ണ കൊണ്ടുപോവുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രാദേശിക കരാർ എന്നത് എന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല? എന്നെ വല്ലാതെ പലപ്പോഴും ഈ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് കരാറിൽ പങ്കാളിത്തമില്ല? അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കരാർ ഒപ്പിട്ടിട്ട് എന്ത് കാര്യം? അമേരിക്ക അവിടെ ഒരു കാര്യവുമില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എന്ന രീതിയിലാണല്ലോ അമേരിക്ക അവിടെ വന്നത്. പ്രൊട്ടക്ഷൻ അമേരിക്ക വന്നതുകൊണ്ട് മാത്രമല്ല ഇറാൻ്റെ ആക്രമണം ഉണ്ടായത്. ഇത് ഗൾഫ് രാജ്യങ്ങളും കൂടെ മനസ്സിലാക്കില്ലേ? അതുകൊണ്ട് തങ്ങൾക്കൊരു സംരക്ഷകനെ ഇവിടെ ആവശ്യമില്ല. ഇസ്രായേൽ ഇപ്പോൾ ഒരു ശത്രുവല്ല, അതൊരു വിഷയമല്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ടായത് അവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ തന്നെ അനൗപചാരികമായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നതാണ് വിവരം. അനൗപചാരികമായി മാത്രമാണ്. ഔപചാരികമായി അമേരിക്കയുടെ കൺമുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ ഫോർമുല, പുതിയ സമവാക്യങ്ങൾ ഉരുത്തിരിയാനുള്ള സമയമായി എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം അമേരിക്കയും ഇറാനും തമ്മിലൊരു കരാർ ഉണ്ടാകുമായിരിക്കും, സൂണർ ലേറ്റർ റാദർ ദാൻ ലേറ്റർ. പക്ഷേ ആ കരാർ
ദൃഢമാകണമെങ്കിൽ അമേരിക്കയുടെ എക്സ്പോഷർ ആ പ്രദേശത്ത് നിന്നും കുറച്ചുകൊണ്ട് വന്നേ മതിയാവൂ എന്നതാണ് എൻ്റെ ചിന്ത. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്ന് അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ ഇറാൻ ആക്രമിക്കുന്നു. അതിനുശേഷം അമേരിക്ക തിരിച്ച് പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തന്നെയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.